അപ്പം ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നോക്കുക. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ സെയിം ഗ്രാഫുകൾ 3 വരച്ചിടണം. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ വേണം, കരിയർ വേവിൻ്റെ വേണം, പിന്നെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ വേണം. സാറിന് കാണാൻ കുഴപ്പമില്ല. ആരാ വന്നേ? അച്ഛനും അമ്മ. അവരോട് നിന്നോട്ടെ. ഇതിപ്പം പോയിട്ട് നമ്മളുടെ സിഗ്നലിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ ഇവിടെ ഇപ്പം ഒരു ഡോട്ട് കൊടുത്താൽ അതേ സ്ഥലത്ത് തന്നെയായിരിക്കണം ഇവിടെ. മനസ്സിലായോ? ഇവിടെ അടുത്തതിന്റെ അപ്പൊ അതേ സ്പേസിൽ വേണം വേവുകളുടെ മുഴുവൻ സ്പേസിങ്, ഓരോ വേവുകളെ റെപ്രസെന്റ് ചെയ്യാനുള്ള സ്പേസിങ് നമ്മൾ കൊടുക്കാൻ. ഓക്കെ, അല്ല ഇത് ഏതാ പാഠം? ചുമ്മാ അങ്ങനെ കുറെ കുത്തി വരച്ചിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല, അതൊന്നും സമ്മതിക്കുകയില്ല. ഇനി ഇപ്പൊ ഇത് നമ്മുടെ ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ, അതായത് നമ്മുടെ ഇരിക്കുന്ന വേവ്. ഇത് നമ്മുടെ കരിയർ വേവ്. നമ്മൾ പറഞ്ഞ സൗണ്ടാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മളൊരു കരിയർ വേവ് കൊടുക്കും. അതായത് അപ്പുറത്തെ അറ്റം വരെ ആംപ്ലിറ്റ്യൂഡ് കുറയാതെ പോകാനും വളരെ വ്യക്തമായി കേൾക്കാനും സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കിട്ടാനും നോയിസ് കൂടാതിരിക്കാനും വേണ്ടി നമ്മൾ അതിലേക്ക് ഒരു കരിയർ വേവിനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇതാണ് വരയ്ക്കേണ്ടത്. അതിപ്പം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അപ്പം മോഡുലേറ്റിംഗ് സിഗ്നലിന് ഞാൻ വേണമെങ്കിൽ എം ഓഫ് ടി എന്ന് എഴുതിയെന്ന് വെക്കുക. ചുമ്മാ എഴുതുന്നല്ലോ കേട്ടോ, മോഡുലേറ്റിംഗ് എന്ന വാക്കിന്ന് എഴുതുക. കരിയർ വേവിനെ ഞാൻ സി ഓഫ് ടി എന്ന് എഴുതിയെന്ന് വെക്കുക. അപ്പം ആംപ്ലിറ്റ്യൂഡാണ് കൂട്ടാൻ പോകും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവ് വരച്ചു കഴിഞ്ഞാൽ ആ വേവിന്റെ ഹൈറ്റ് ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. കണ്ടോ? അപ്പൊ ആദ്യം വരച്ച അതാണ്, രണ്ടാമത് വരച്ചതാണെങ്കിൽ ഇതിനകത്ത് ഏതിനായിരിക്കും ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ? രണ്ടാമത് വരച്ചത്. അപ്പം പൊക്കം കൂടുക അല്ലെങ്കിൽ സിഗ്നലിന്റെ വോൾട്ടേജ് കൂടുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പറഞ്ഞ സിഗ്നലിന്, അല്ലെങ്കിൽ നമ്മളുടെ വോയിസിൽ നമ്മൾ പറഞ്ഞ സിഗ്നലിന് ഇത്രയും മാത്രമേ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെക്കുക. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ വേവ്. അതായത് ഞാൻ സംസാരിച്ച വേവ് കേട്ടോ. ഇനി ഞാനിപ്പോ പറഞ്ഞ പോലെ ഇതിനകത്തോട്ട് ഒരു കരിയർ വേവ് കൊടുക്കുക എന്ന് പറയുമ്പം അതിനേക്കാൾ എന്നെ വേണം? ഹൈറ്റ് കൂടുതലുള്ള, അല്ലെ ആംപ്ലിറ്റ്യൂഡ് വേണം. ഫ്രീക്വൻസി സെയിം ആയി നിൽക്കണം, ഹൈറ്റ് കൂടുതലായിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിനേക്കാളും ഹൈറ്റ് കൂടിയ ഒരു വേവ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. നല്ല ഹൈറ്റ് വ്യത്യാസം വരയ്ക്കണം കേട്ടോ, ബുക്ക് വരയ്ക്കുമ്പോൾ, അല്ല പേപ്പർ വരയ്ക്കുമ്പോൾ. ഇതിന്റെ പേനയൊക്കെ വരയ്ക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടുണ്ട്. അപ്പൊ എന്നെ പറ്റുന്ന ചോദിച്ചാല് ഇവിടെ കൂടുതൽ ഹൈറ്റ് കണ്ടോ, ഇവിടെ നെഗറ്റീവ് അല്ലെങ്കിൽ അളവ് കുറഞ്ഞു പോകും. അപ്പൊ എന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. വന്ന് കുറഞ്ഞേച്ച് വീണ്ടും കൂടിയേച്ച്, എവിടെയാണ് കുറയുന്നത് അവിടെ വീണ്ടും കുറഞ്ഞേച്ച്, കൂടിയെടുത്ത് വീണ്ടും കുറഞ്ഞേച്ച് ഇങ്ങനെ വരും. ഈ വശം എന്താ ഇങ്ങനെ തന്നെ നിൽക്കും. കുറയുന്നതിൻ്റെ അവിടെ കുറയുന്നെന്നും കൂടുന്നതിൻ്റെ അവിടെ കൂടുന്നെന്നും തന്നെ കിട്ടണം. ഓക്കെ, ഇതിനകത്തായിരിക്കും നമ്മുടെ സിഗ്നൽ ഇതാ ഇങ്ങനെ കിടക്കുന്നത്. മനസ്സിലായി? ഇപ്പം അല്ല, ഈ വേവിന്റെ പോയിന്റിലൂടെ തന്നെ വരച്ചാൽ കുറച്ചുകൂടെ കൂടി കൃത്യതയായിരിക്കും.
ദിസ് ഈസ് ആക്ച്വലി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, നമുക്ക് മോഡുലേറ്റ് ചെയ്യേണ്ട അല്ലെ നമ്മൾക്ക് അയക്കേണ്ട നമ്മളുടെ സൗണ്ടിലേക്ക് ആംപ്ലിറ്റ്യൂഡ് അല്ലെ വോൾട്ടേജ് കൂട്ടിയ ഒരു വേവ് കൂട്ടിച്ചേർത്താൽ ഇതും കൂടെ മോഡുലേറ്റിംഗ് സിഗ്നൽ പ്ലസ് കരിയർ വേവ്, അപ്പൊ കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ ഷേപ്പ് ഇതായിരിക്കും. മെയിൻലി ഈ സാധനം വരച്ചിരിക്കണം. ഇത് എവിടെയാ, ഇവിടം വരെ ഇവിടം വരെയല്ലേ കൂടുതൽ ഇതാ ഇത്രയും പാട്ടില്. അപ്പൊ അത്രയും സ്ഥലത്ത് ഈ സാധനം ഇങ്ങനെ ഹൈറ്റിൽ നിൽക്കും. ഉണ്ടോ? ഇങ്ങനെ കുറയുന്നതിന്റെ അവിടെ ഇങ്ങനെ കുറയും, കൂടും, കുറഞ്ഞ് കൂടി ഇങ്ങനെ വരും. അതിന്റെ ഇപ്പുറത്തെ വശം എന്താ ഇങ്ങനെ തന്നെ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. സാർ ആംപ്ലിറ്റ്യൂഡ് ഇതിന്റെ ഗ്രാഫ് ചോദിച്ചാ നമ്മൾ ഇത് ഏറ്റവും അവസാനത്തെ മാത്രം മൂന്നും വരയ്ക്കണം, ആദ്യമേ രണ്ടെണ്ണം എഴുതി മൂന്നും കഴിഞ്ഞിട്ടാണ് വരയ്ക്കണം, വരയ്ക്കേണ്ടത്. മൂന്നും വരയ്ക്കണം, നല്ല ശരിയാവുള്ളൂ. ദിസ് ഈസ് മോഡുലേറ്റിംഗ് സിഗ്നൽ, ദിസ് ഈസ് കരിയർ വേവ്, ദിസ് ഈസ് ദ ഔട്ട്പുട്ട് ഓർ ആംപ്ലിറ്റ്യൂഡ് മോഡിഫൈഡ് വേവ് ഓർ ആംപ്ലിറ്റ്യൂഡ് മോഡിഫിക്കേഷൻ നടന്നല്ലോ. അപ്പം ആംപ്ലിറ്റ്യൂഡ് മോഡിഫൈഡ് സിഗ്നൽ. മനസ്സിലായല്ലോ? ഇപ്പൊ എഴുതണ്ട, ഞാൻ പറഞ്ഞു വിടാം. നമുക്ക് എന്നിട്ട് വീഡിയോ കണ്ടിട്ട് ഞാനും റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം കേട്ടോ. അതായത് ആംപ്ലിറ്റ്യൂഡ് കൂടാൻ വേണ്ടി ഇത് ആംപ്ലിറ്റ്യൂഡ് കൂടുതലുള്ള ഒരു കരിയർ വേവ് ആഡ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഔട്ട്പുട്ടിൽ ഒരു വലിയ വേവ് കിട്ടി. ഓക്കെ, ഇനി ഫ്രീക്വൻസി മോഡുലേഷൻ ആണെങ്കിലോ? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണില്. അപ്പം ഇങ്ങനെ കൃത്യമായ ഇന്റർവെല്ലിൽ ഉണ്ടോ, മാക്സിമം മാക്സിമം മാക്സിമം, മിനിമം മിനിമം മിനിമം, മാക്സിമം മാക്സിമം മാക്സിമം, മിനിമം 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 ഉണ്ടല്ലോ. ഇത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇനി ഫ്രീക്വൻസി ആണെങ്കിൽ എന്താണ് ഫ്രീക്വൻസി? ഒരു വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ട് പോണ ഒരേപോലെ വേവ് ഒരേപോലെ പോകാന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെക്കൻഡില് അല്ലെ യൂണിറ്റ് ടൈമില് കേട്ടിരിക്കണം കേട്ടോ, ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ക്രസ്റ്റുകളുടെ എണ്ണം. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാ? ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേവിന്റെ ഉയർന്ന ആ ഭാഗം. ഓക്കെ, റഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു വേവ് വരച്ചാല് ഇതാണ് അതിന്റെ ക്രസ്റ്റ്. ഇത് ട്രഫ്, TROUGH. അപ്പൊ നോക്കിയേ, ഈ ഒരു വേവ് ആണോ, ഈ ഒരു വേവിനാണോ ഫ്രീക്വൻസി കൂടുതൽ? അല്ലെ, ഇതിനകത്ത് എണ്ണം കൂടുതലുണ്ട്. ഓക്കെ, so the number of waves or crust or trough passing through a point that gives the frequency. അപ്പൊ നമ്മൾ മുമ്പേ വരച്ച പോലെ തന്നെ ഇവിടെ തുല്യ അകലമുള്ള പോയിന്റുകൾ ഞാൻ കൊടുത്തു. ഇത് വീണ്ടും ഇത് ലോവർ മോഡുലേഷൻ വരും, വീണ്ടും ഇത് ഹയർ ക്രസ്റ്റ് വരും, വീണ്ടും ഇത് ട്രഫ് വരും, വീണ്ടും ഇത് അഗെയിൻ ക്രസ്റ്റ് വരും, വീണ്ടും ഇത് അടുത്ത ട്രഫ് വരും കേട്ടോ. ആ പ്രോബ്ലം. ഇപ്പൊ നോക്കുക, ഇതാണ് നമ്മുടെ സിഗ്നൽ, മോഡുലേറ്റിംഗ് സിഗ്നൽ. അതായത് ഞാൻ സംസാരിച്ച സിഗ്നൽ. ഇവിടെ ഒരേ ഹൈറ്റ് ആയിരിക്കണം, ഇവിടെ ഒരേ ഹൈറ്റ് ആയിരിക്കണം. ആംപ്ലിറ്റ്യൂഡിന് വ്യത്യാസമൊന്നും പാടില്ല. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണെന്ന് മുമ്പേ പറഞ്ഞായിരുന്നു. ഇതേതാണ്? മോഡുലേറ്റിംഗ് സിഗ്നൽ, അല്ല ഞാൻ പറഞ്ഞ എന്റെ സിഗ്നൽ. ഓക്കെ, ഇനി ഫ്രീക്വൻസി കൂടുതലുള്ള വേവ് വേണമെന്നാ പറഞ്ഞു. നോക്കിയേ, എണ്ണം കൂട്ടി വരയ്ക്കണം. ഒരെണ്ണത്തിൽ 2 എണ്ണോ 3 എണ്ണോ കടന്നു പോകുന്ന പോലെ
ഇങ്ങനെ വരയ്ക്കണം. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഹൈറ്റിന് വ്യത്യാസം പറയില്ല കേട്ടോ. ഇങ്ങനെ വരച്ചാല് ഇവിടെ കണ്ടോ ഈ പീക്ക് കൂടിയ വശം കണ്ടോ, ഹൈറ്റ് കൂടിയ ഭാഗം ഇവിടെ കുറഞ്ഞ ഭാഗം അല്ലേ. കൂടിയെടുത്ത എണ്ണം അതിനേക്കാൾ കൂടി വരും മോഡുലേഷൻ നടന്നു. അന്നേരം 1 2 3 ഇനി അങ്ങ് കുറഞ്ഞു പോകും കണ്ടോ. ഇവിടെ അകലമുണ്ട് കണ്ടോ, 2 ഒന്നുള്ളൂ. വീണ്ടും ഇവിടെ കൂടി 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 വരണം. പിന്നെ ഇവിടെ അങ്ങ് അകന്നു പോകും, കുറഞ്ഞു പോയി കണ്ടോ. പിന്നെ ഇവിടെ കൂടി 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 വരണം. അപ്പൊ അതിന്റെ അർത്ഥം എന്നാണ്, ഇവിടെ ഫ്രീക്വൻസി കൂടി, കുറഞ്ഞെടുത്ത് ഫ്രീക്വൻസിയുടെ എണ്ണം കുറവാണ്. ഇവിടെ കണ്ട ഇത്രയും സ്ഥലത്ത് മോളി ഇവിടെ കുറവായിരുന്നു, അവിടെ കുറവായി. ഇവിടെ കുറവാണ്, അവിടെ കുറവായി. ഇവിടെ കുറവാണ്, അവിടെ അങ്ങോട്ടും കുറവായി. ഇവിടെ മാക്സിമം വരുന്നിടത്തെല്ലാം ഇതും മാക്സിമം ആയി. Actually, this is a frequency modulation. Okay, this is a modulating signal. This is the carrier signal. Then this is our output. Amplitude modulation in the പഠിപ്പിച്ചിട്ടുണ്ട്, frequency modulation പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു വാക്ക് നിങ്ങൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, അറ്റിനുവേഷൻ. എന്താണ് അറ്റിനുവേഷൻ? അറ്റിനുവേഷൻ നമ്മൾ കേൾക്കുന്നതിന്റെ സ്ട്രെങ്ത് ആണോ? എങ്ങനെ അങ്ങനെ തന്നെ കേൾക്കുന്നതിന്റെ അറ്റിനുവേഷൻ എന്ന് പറഞ്ഞു. അതായത് അതും ഇതുപോലെ ഗ്രാഫിക്കലായിട്ട് നമ്മൾ അറിയണം. ഇപ്പൊ എന്തിനാണ് മോഡുലേഷൻ നടത്തുന്നതെന്ന് ചോദിച്ചാല്, എനിക്കിങ്ങനെ ഒരു വേവ് ഉണ്ട്, മനസ്സിലായോ? ആ വേവിനെ ഞാൻ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അയക്കുമ്പം നോയിസ് കയറാം അല്ലേ. ഇത്രയും ഹൈറ്റ് ആദ്യം ഉണ്ടായിരുന്നു വെക്കുക, നോയിസ് കയറാം, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. അപ്പൊ നമ്മൾ അയച്ച സിഗ്നലിന്റെ എനർജി കുറഞ്ഞ് 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 ഇങ്ങനെ തീർന്നു ഉണ്ടോ. ദിസ് ഈസ് അറ്റിനുവേഷൻ. അറ്റിനുവേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ, ലോസ് ഓഫ് സ്ട്രെങ്ത്. നമ്മുടെ സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോവാ. ഓക്കെ, അതെങ്ങനെയൊക്കെ പറ്റാം? ഈ സാധനം നമ്മളിപ്പം ഒരു എയറിലൂടെയാ കടന്നു പോകുന്നതെങ്കിൽ അവിടുത്തെ പാർട്ടിക്കിളായിട്ട് കൊളീഷൻ നടക്കാം. അല്ലെങ്കിൽ ചിലർക്ക് അബ്സോർപ്ഷൻ നടക്കാം. ഇതൊക്കെ ഞാനൊന്ന് പറഞ്ഞു തന്നതാണ്. ചില സ്ഥലത്ത് കുറച്ച് എനർജി ആരെങ്കിലും അബ്സോർബ് ചെയ്തു പോകാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നോയിസ് എന്ന് പറഞ്ഞാൽ എന്നാ, ഞാൻ വിട്ട സിഗ്നൽ അല്ലാതെ അതിനകത്തേക്ക് എന്തെങ്കിലും പുറത്തുനിന്നൊരു അൺവാണ്ടഡ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് നോയിസ്. അങ്ങനെ നോയിസ് കയറിയാലും എന്നാ പറ്റും, സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകും. ഇപ്പൊ ഞാനിവിടെ എറണാകുളത്ത് നിന്ന് ഒരു റേഡിയോയുടെ സിഗ്നൽ അയച്ചാൽ കോട്ടയത്തും എനിക്കത് കേൾക്കണം. ഇപ്പൊ അങ്ങ് മാറി കുറച്ച് സ്ഥലം അങ്ങ് മാറി മൂവാറ്റുപുഴയാണല്ലോ, അവിടെയും കേൾക്കണം. അപ്പൊ 2 വയസ്സ് ഒരേ രീതി കേൾക്കണം. അപ്പം ഈ നമ്മൾ വിട്ട സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയാതിരിക്കാൻ അതിനെ ചെയ്യുന്ന പ്രതിഭാസമാണ്. അതിനെ മോഡുലേറ്റ് ചെയ്യും. അതിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. എന്നാണ് പറയുന്നത്? ദ സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ, ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് the strength of our signal or audio signal or video signal, anything that is called modulation. ആ മോഡുലേഷൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഫ്രീക്വൻസി മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പിന്നെ ഒരെണ്ണം ഒരു ഫേസ് മോഡുലേഷൻ. ഇത് മൂന്നും ചെയ്യുന്നത് അറ്റിനുവേഷൻ കുറയ്ക്കാനാണ്. ഇതിനാണ് ടു ഡിക്രീസ് അറ്റിനുവേഷൻ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് അല്ലേ, സ്ട്രെങ്ത് കൂട്ടണം.
അതുപോലെ നോയിസ് എങ്ങനെയായിരിക്കും? നോയിസ് കുറവായിരിക്കും. ഡിക്രീസ് നോയിസ്. കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമുക്കൊരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ വിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇവിടുന്ന് ഇങ്ങനെ ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. കണ്ടോ? ഗ്രാഫ് കുറഞ്ഞ് നമ്മൾ അയക്കുന്ന സിഗ്നലിന്റെ എനർജി കുറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രയോജനം. അപ്പം അങ്ങനെയുള്ള അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഈ സാധനത്തിനെ മോഡുലേറ്റ് ചെയ്യും. ആ പ്രതിഭാസനെ വിളിക്കുന്ന പേരാണ് അറ്റന്യൂവേഷൻ. അങ്ങനെയുള്ള അറ്റന്യൂവേഷൻ നമുക്ക് കുറയ്ക്കും. അതിനാണ് മോഡുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ. അപ്പം അതിന്റെ ഇതും ഫ്ലോ ചാർട്ടും ബ്ലോക്ക് ഡയഗ്രം ഒക്കെ പഠിച്ചത് അല്ലേ? ഞാൻ ഇത്രയും കാര്യം അങ്ങ് കയറി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പം നമ്മളിപ്പോ മോഡുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലേ? മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ആംപ്ലിറ്റ്യൂഡോ ഫ്രീക്വൻസി ഏതുവാകാം. അത് വെച്ച് നമ്മൾ സിഗ്നലിനെ മോഡുലേഷൻ നടന്നു കഴിഞ്ഞാൽ എത്രമാത്രം മോഡുലേഷൻ നടന്നു എന്ന് കണ്ടുപിടിക്കുന്ന ഫാക്ടർ, അതിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ ഇൻഡെക്സ്. ഓക്കെ. നമുക്ക് ഏതൊക്കെ വേവുകളുണ്ട്? നമ്മൾ പറഞ്ഞ കാരിയർ വേവ്, മോഡുലേറ്റിംഗ് വേവ്, കാരിയർ വേവ്, കരിയർ വേവ്. ഞാൻ ഇതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ. അപ്പം മോഡുലേറ്റിംഗ് വേവിന്റെ കേസിൽ ഇപ്പൊ ഞാൻ പറയുവാണ്, ഈ ഒരു വേവിന്റെ ഇക്വേഷന്റെ, ഒരു വേവിനെ എഴുതുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞപ്പോ y ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു a sin ഒമേഗ ടി എന്നാട്ടോ എഴുതണേ. പറഞ്ഞേ y ഈക്വൽ ടു a sin ഒമേഗ ടി. ആ AC/DC എന്ന് പറയുന്ന ചാപ്റ്ററിലുണ്ട്. മോഡുലേറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതും. ym ഈക്വൽ ടു a മോഡുലേറ്റിംഗ് sin ഒമേഗ mt എന്ന് എഴുതാം. ഓക്കെ. ഇതിന്റെ ചോട്ടിലങ്ങ് എഴുതുന്നേ ഉള്ളൂ. മോഡുലേറ്റിംഗ് ആണെന്ന് അറിയിക്കാൻ m അങ്ങ് എഴുതും. അങ്ങനെയെങ്കിൽ കരിയറിനെ എങ്ങനെ എഴുതാം? y കരിയർ ഈക്വൽ ടു a കരിയർ ഇൻറ്റു sin ഒമേഗ c ഇൻറ്റു t. മനസ്സിലായോ? എന്നാ എഴുതിയ രണ്ട് വേവിനെയും ഇക്വേഷൻ വയ ഞാൻ റെപ്രസെന്റ് ചെയ്തു. എങ്കില് മോഡുലേഷൻ രണ്ട് ഇക്വേഷൻ y ഈക്വൽ ടു ഇത്. അങ്ങനെയെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മ്യൂ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. കണ്ടോ? മ്യൂ ഈക്വൽ ടു മോഡുലേറ്റ് ചെയ്യേണ്ട AM ബൈ AC. ഈ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് എന്നത് മോഡുലേഷൻ ഇൻഡെക്സ്. ഓർത്തിരിക്കണം കേട്ടോ. അപ്പം മോഡുലേറ്റ് ചെയ്യുന്ന വേവിന്റെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടിയാൽ മ്യൂ കൂടിക്കോളും. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ കുറയും. ഇനി ഇങ്ങനെയാണ് നമ്മുടെ വേവ് എങ്കിൽ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നറിയാവോ? y ഈസ് ഈക്വൽ ടു AM പ്ലസ് AC. അങ്ങനെ എഴുതാം കേട്ടോ, കൂട്ടിയെടുക്കുന്ന വേണ്ടി. ഇൻറ്റു സൈൻ ഒമേഗ എം ഇൻറ്റു സൈൻ ഒമേഗ സി ടി. അങ്ങനെ എഴുതാം. ഔട്ട്പുട്ട് ഇതാന്ന് ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ മോഡുലേറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനെ കരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കൊരു സംഖ്യ കിട്ടും, അല്ലെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ ഇൻഡെക്സ്. ക്ലിയർ അല്ലേ? എന്നാ പറഞ്ഞ എന്നാണ് മോഡുലേഷൻ ഇൻഡെക്സ്? സോ